ഈ നല്ല സമയത്തിൽ ചില ചിന്തകൾ കൂടെ നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിത മാർഗങ്ങളിൽ പലപ്പോഴും ആകുലത്തിലും ആശങ്കകളിലും വേദനകളിലും കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ചെറിയ ചെറിയ ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ ഉള്ള ജീവിതമാണ്. ഒരു കടലിലെ തിരകൾ പോലെ ഇപ്പോഴും ഇത് അടിക്കടി ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അത് സമുദ്രത്തിന്റെ സ്വാഭാവിക സവിശേഷതയാണ് തിരകൾ എന്ന് പറയുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇതുപോലെയൊക്കെ തന്നെയാണ്. ചെറിയ ചെറിയ ദുഃഖങ്ങളും വേദനകളും സന്താപകരമായ അനുഭവങ്ങളും കടന്നു വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെ മറികടന്നു പോകുന്ന ഒരു നൗകിക്ക് തുല്യമാണ് നമ്മുടെ ജീവിതമെന്ന് നാം മറന്നു പോകരുത്. ഒരിക്കൽ അതൊരു തീരത്തെത്തും. ആ ഒരു ശുഭതീരത്തിന് വേണ്ടി, തുറമുഖത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ഈ ജീവിത പ്രശ്നങ്ങളിൽ, ഈ പ്രാരാബ്ധങ്ങളിൽ, ഈ വേദനകളിൽ നാം പിറുപിറുക്കുമ്പോഴും നാം ദൈവത്തോട് പരാതി പറയുമ്പോഴും ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: കുഞ്ഞെ, ഞാനാണ് നിന്നെ വിളിച്ചത്, ഞാൻ നിന്റെ കൂടെ ലോകാവസാനത്തോളം ഉണ്ട്. പിന്നെ നീ എന്തിനാണ് ഭാരപ്പെടുന്നത്, എന്തിനാണ് ആകുലപ്പെടുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പിൻ, പിതാവിലും വിശ്വസിപ്പിൻ. ദൈവം പറയുന്ന, യേശു പറയുന്ന ഒരു വലിയ വാക്തത്വമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നുള്ളത്. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു വചനം എന്ന് പറയുന്നത്, ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഒറ്റ വാക്കാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പലതിനെ ചൊല്ലി വിചാരപ്പെടുന്ന മാർത്തയെ പോലെ ആകുലത്തിൽപ്പെട്ടിരിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഉറപ്പിക്കുന്ന ചില മുഖാന്തരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറന്നു തരട്ടെ. നിങ്ങൾ കലങ്ങിയിരിക്കേണ്ടവരല്ല, നിങ്ങൾ കലക്കത്തിൽപ്പെട്ട് ഉഴലേണ്ടവരല്ല. ഉറപ്പിന്റെ ഒരു അനുഭവത്തിലേക്ക് ജീവിതത്തിന്റെ ചില മേഖലകളെ ദൈവം ഇന്ന് ഇരിക്കുമാറാകട്ടെ. ഏത് ജീവിതത്തിലാ പ്രശ്നമില്ലാത്ത, ഏത് ജീവിതത്തിലാ പരാതിയില്ലാത്ത, എന്നാൽ പ്രത്യാശ പകരുന്ന ദൈവീക വചനങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനെ സ്വീകരിപ്പാൻ, മുറുകെ പിടിക്കാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനുമുള്ള ഒരു ആർജവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകി തരുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ കലക്കം അനുഭവിക്കുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ അതിന്മേൽ ദൈവം ഒരു വലിയ ഓപ്പണിങ്ങുകൾ നിങ്ങൾക്ക് തുറന്നു തരുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നും കലങ്ങിയിരിക്കേണ്ടവരല്ല, നിങ്ങൾ എന്നും കരയേണ്ടവരല്ല, നിങ്ങൾ എന്നും സങ്കടപ്പെട്ടിരിക്കേണ്ടവരല്ല. ഒരു ദൈവിക മഹത്വം വെളിപ്പെടത്തക്ക രീതിയിൽ ആ കലക്കത്തെ മാറ്റാൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ മാറ്റാൻ, നിങ്ങളുടെ ആകുലങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത് എന്ന് മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നമാണെങ്കിലും അതിന്റെ റൈറ്റ് സൊല്യൂഷനാണ് ക്രിസ്തു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന കലക്കത്തിന് മേൽ ഇന്ന് ഇത് ശ്രവിക്കുമ്പോൾ ഒരു ഡെലിവറൻസ് ഉണ്ട് എന്ന് ഉറപ്പോടുകൂടെ നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാൻ കഴിയുമോ? യേശു ബെഥെസ്ദ എന്ന കുളക്കടവിലേക്ക് അടുക്കുമ്പോൾ അനേകം രോഗികൾ ആ കുളക്കടവിൽ പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ കാത്തിരിക്കുമ്പോൾ ഒരുവന്റെ അടുക്കലേക്ക് മാത്രം യേശു ചെന്നെത്തുമ്പോൾ ആ വ്യക്തിക്ക് യേശുവിനെ കുറിച്ച് ഒരു തിരിച്ചറിവ് പോലും ഇല്ല എന്നുള്ളത് നമുക്കവിടെ അറിയാൻ കഴിയുന്നുണ്ട്. യേശു ആരെന്നറിയാതെ സൗഖ്യം പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ. സാധാരണ രീതിയിൽ ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കുകയാണ് പതിവ്. ആ കലക്കത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് സന്തോഷിക്കാനും ആസ്വദിക്കാനും കഴിയും. പ്രത്യാശയിൽ നിറഞ്ഞു നിൽക്കുന്ന അനേകം ആളുകളിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ചില കലക്കങ്ങളിൽ വിടുതൽ പ്രാപിക്കുന്ന ആ ഒരു വ്യക്തി ഞാനായി തീരണമെന്ന് ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കലങ്ങുന്നുണ്ട്, പക്ഷേ അതൊരു തെളിച്ചമായി നിങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കത്തക്ക രീതിയിലേക്ക് ദൈവം ചില സാഹചര്യങ്ങളെ മാറ്റട്ടെ. എല്ലാ കലക്കങ്ങളും നിങ്ങളെ തകർക്കാനുള്ളതല്ല. ചില കലക്കങ്ങൾ നിങ്ങളുടെ ഡെലിവറൻസ് ആണ്. ചില കലക്കങ്ങൾ നിങ്ങൾക്ക് നന്മയ്ക്കാണ്. നാളിതുവരെ അടഞ്ഞിരുന്ന വഴികളെ തുറക്കുന്ന, വിടുതലുകളെ പകരുന്ന ചില കലക്കങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് കഴിയാൻ സമയമായി എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിന്മേൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ പരാജയപ്പെട്ട ചില ഏടുകളിന്മേൽ ദൈവം പുതിയ ചില അധ്യായങ്ങളെ കുറിക്കുന്നത് പോലെ ചില മുഖാന്തരങ്ങൾ ഒരുക്കി തരട്ടെ. തകർന്നിരിക്കുന്ന ജീവിതമാണോ, ഭാരപ്പെടുന്ന അവസ്ഥകളാണോ, വ്യാകുലപ്പെടുന്ന ചിന്തകളാണോ, അതിന്മേൽ ഒരു കലക്കമല്ല, ഒരു തെളിനീരിന്റെ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റിത്തീർക്കുമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഈ കലക്കുന്ന കുളത്തിൽ ദൂതൻ ഇറങ്ങി കലക്കുമ്പോൾ ആ കലക്കമെന്ന് പറയുന്നത് താഴെ കലക്കിയാലേ കുളം മുഴുവൻ കലങ്ങുകയുള്ളൂ എന്നിരിക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കലക്കം, ഹൃദയത്തിൽ ഉണ്ടാകുന്ന കലക്കങ്ങൾ, അത് അടിയിലിട്ട് കുത്തിക്കലക്കുന്നത് പോലെ നമ്മുടെ വേരിനെ, നമ്മുടെ അടിസ്ഥാനത്തെ പിടിച്ചു കുലുക്കുന്ന അനുഭവത്തിലേക്ക് ചില സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ ആ കലക്കം നിങ്ങളെ ഒതുക്കാനല്ല, അത് നിങ്ങളുടെ ഡെലിവറൻസിന്റെ സമയമായതുകൊണ്ടാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. യേശു ഈ കുളക്കടവിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ 38 വർഷമായി അതേ കിടപ്പ് കിടക്കുന്നവനാ, അതേ രോഗത്തിൽ ഭാരത്തിൽ കിടക്കുന്ന
പറയുന്നവനാ. എത്രയാ? 38 വർഷം. 1, 2, 3 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പരാതി പറയുന്നവരാ നമ്മൾ. എന്നാൽ വർഷങ്ങളുടെ കണക്ക് ഈ മനുഷ്യന് പറയാനുള്ളപ്പോഴും യേശു അവന്റെ അടുക്കൽ വരുമ്പോൾ അവൻ പറയുന്നത്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ ആ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല എന്നുള്ളത്. പരസഹായം ആഗ്രഹിച്ച് കിടക്കുന്ന ചില അനുഭവങ്ങളിൽ ആരും സഹായിക്കാതെ ദൈവിക സാന്നിധ്യം നിങ്ങളുടെ അടുത്തെത്തി നിങ്ങളെ വിടുവിക്കുന്ന ദൈവിക കരങ്ങൾ തൊട്ടറിയാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എത്രയെത്രയോ ദുരനുഭവങ്ങളിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് കൈത്താങ്ങാൻ എൻ്റെ ശുശ്രൂഷകൻ, എൻ്റെ സഹവിശ്വാസി, എൻ്റെ കുടുംബത്തിലുള്ളവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വേദനയില്ലായിരുന്നു എന്ന് പറയുന്ന എത്രയെത്ര ജീവിതങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ചില കാതുകളുണ്ട്, നിങ്ങളെ കാണുന്ന ചില കണ്ണുകളുണ്ട്. അവൻ നിങ്ങളോട് പറയും, ആരാശ്വസിപ്പിച്ചില്ലെങ്കിലും എൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. അപ്പൻ മറന്നാലും അമ്മ മറന്നാലും നിന്നെ കരുതുന്ന തലോടുന്ന ഒരു കരവലയത്തിനുള്ളിലാണ് കുഞ്ഞെ നീ ഇരിക്കുന്നതെന്ന് മറന്നു പോകരുതെന്ന് യേശു നമ്മോട് പറയുമ്പോൾ, നിങ്ങളുടെ വേദനയിൽ, നിങ്ങളുടെ കലക്കത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നേരത്ത് നിങ്ങളുടെ അടുക്കിലേക്ക് സഹായ ഹസ്തവുമായി ഒരുവൻ വരും. 100 കണക്കിന് ആളുകൾ ആ ബെഥെസ്ദ കുളക്കടവിൽ വിടുതലിനെ ആഗ്രഹിച്ച്, സൗഖ്യത്തിനെ ആഗ്രഹിച്ച് വർഷങ്ങളായി കിടക്കുന്നവരുണ്ട്. എന്നാൽ യേശുവിന് അടുത്ത് ചെല്ലാൻ ആ മനുഷ്യനോട് മാത്രം ഒരു ഫേവർ തോന്നിയെങ്കിൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ മാത്രം തേടി വരുന്ന യേശുവിൻ്റെ ചില സാധ്യതകൾ, നിങ്ങളെ മാത്രം അന്വേഷിച്ചു വരുന്ന ചില ഫേവറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ നിങ്ങൾ അവസരമൊരുക്കി കൊടുക്കുമോ? ഞാൻ പറഞ്ഞു വരുന്നത്, കുളക്കരയിലാണ് കിടക്കുന്നത്. ആ കുളത്തിന്റെ പ്രത്യേകത ചില കലക്കമുള്ള കുളമാണ്. ദൂതന്മാർ ഇറങ്ങി വന്ന് കലക്കുന്ന കുളത്തിനപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടവൻ വന്ന് തൊട്ട് സുഖപ്പെടുത്തി കരങ്ങളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറട്ടെ. നിങ്ങൾ കിടക്കേണ്ടവരല്ല, നിങ്ങൾ ഒതുങ്ങിക്കൂടേണ്ടവരല്ല. നിങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരം തരാൻ ക്രിസ്തു നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതുകൊണ്ട് വിശ്വസിക്ക്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശുവിൽ മാത്രം, പിതാവിൽ മാത്രം വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അവിശ്വാസത്തെ വളർത്തുന്ന അനുഭവങ്ങൾ മാറ്റിയിട്ട് വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന ചിന്തകൾ, ആറ്റിറ്റ്യൂഡുകൾ, മനോഭാവങ്ങൾ നിങ്ങളിലേക്ക് ഉൾക്കൊള്ളുവാനായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? പ്രാർത്ഥന കുറയാതെ, തിരുവചന ധ്യാനം കുറയാതെ, കലക്കങ്ങളെ മാറ്റുന്ന ദൈവിക സാന്നിധ്യത്തിലേക്ക് അടുത്തു ചെല്ലാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഇരുളടഞ്ഞ ചില കലക്കത്തിന്റെ അനുഭവങ്ങളിൽ പ്രകാശത്തിന്റെ വലയം നിങ്ങളെ ആവരണം ചെയ്യുന്നത് പോലെ ദൈവം മുഖാന്തരങ്ങളെ തുറക്കട്ടെ. കുടുംബജീവിതത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഒരു വലിയ സാധ്യതകളെ ദൈവം തുറന്നു തരാൻ ആഗ്രഹിക്കുകയാണ്. തലമുറയ്ക്ക് വേണ്ടി കരയുന്ന ചില ജീവിതങ്ങളുടെ മേൽ ദൈവം ചില അനുഭവങ്ങളെ തുറന്നു തരാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങളായി, നാളുകളായി നിങ്ങൾ കരയുന്നുണ്ട്, പക്ഷേ വിടുതലുകൾ കിട്ടുന്നില്ല. 38 വർഷത്തെ കാലപ്പഴക്കത്തെ തിരുത്താൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ, നാളുകളായി പരാതി പറഞ്ഞ് വേദനിച്ച് വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ദൈവജനങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സമയമാണ്, ഇത് നിങ്ങളുടെ ദിവസമാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുമ്പോൾ, നിങ്ങളോട് ദൈവം സമീപിച്ച് അടുത്തു വരുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഡെലിവറൻസുകൾ സംഭവിക്കുമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. നാളുകളുടെ കണക്കുകൾ, വർഷത്തെ പരാതികളെ തീർക്കുന്ന ദൈവിക ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങട്ടെ. കലക്കങ്ങൾ മാറും. തെളിനീര് പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ തെളിഞ്ഞു വരും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉറപ്പ് ഞാൻ പറയുന്നു, ഇനി നിങ്ങൾ കലങ്ങേണ്ടവരല്ല, ഇനി നിങ്ങൾ ചഞ്ചലിക്കേണ്ടവരല്ല, ഇനി നിങ്ങൾ പരാതി പറയേണ്ടവരല്ല. സാക്ഷ്യങ്ങൾ അതരത്തിൽ നിന്ന് പുറത്തു വരത്തക്ക രീതിയിലേക്ക് ഒരു തെളിഞ്ഞ അനുഭവത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറട്ടെ. ഇരുളടഞ്ഞ മേഖലകളിൽ നിന്ന്, ആരും സഹായിക്കാൻ കൂടെയില്ല എന്ന്, തുണയില്ലെന്ന് പരാതി പറഞ്ഞ ചില അനുഭവങ്ങളിൽ നിന്നും സഹായിക്കേണ്ടവൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്തെത്തി നിങ്ങളുടെ കരം പിടിക്കുന്ന അനുഭവത്തിലേക്ക് സാഹചര്യങ്ങളെ ദൈവം തിരിക്കട്ടെ. നിങ്ങളെ സ്നേഹിക്കേണ്ടവർ നിങ്ങളെ സ്നേഹിക്കാതിരിക്കാം, നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടവർ മത്സരിച്ച് നിന്ന് വരാം. എന്നാൽ ഒരു ഉറപ്പ് ഞാൻ പറയുന്നു, നിങ്ങളുടെ അടുത്ത് ഇറങ്ങി വരുന്നവൻ, സഹായിക്കുന്നവൻ, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനും നിങ്ങളെ കരുതുന്നവനും നിങ്ങളെ സ്നേഹിക്കുന്നവനും മാത്രമല്ല, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണോ അതിൻ്റെ റൈറ്റ് സൊല്യൂഷനാണ്. നിങ്ങളുടെ പ്രോബ്ലത്തെ പരിഹരിച്ച് പുതിയ മുഖാന്തരങ്ങളെ, വഴികളെ, നന്മകളെ തുറന്നു തരുന്ന അനുഭവങ്ങൾ പ്രതീക്ഷയോടെ കാണുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കുമാറാകട്ടെ. അതുകൊണ്ട്
യോഹന്നാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം ഒന്നിലും കലങ്ങിപ്പോകരുത്. സാഹചര്യങ്ങൾ പലതും നാം അഭിമുഖീകരിക്കേണ്ടി വരാം, പ്രശ്നങ്ങൾ പലതും നാം നേരിടേണ്ടി വരാം. എന്നാൽ ഒരു ഉറപ്പ് യേശു പറയുന്നത്, എന്നിൽ വിശ്വസിച്ചാൽ, പിതാവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ വേദനകൾ മാറും, നിങ്ങളുടെ കലക്കങ്ങൾ മാറും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ കലക്കങ്ങൾ തെളിഞ്ഞ നീരായി മാറുന്ന അനുഭവത്തിലേക്ക് ദൈവം സാഹചര്യങ്ങളെ തിരിക്കട്ടെ. കലങ്ങി മറിയുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ തെളിഞ്ഞ അനുഭവത്തിലേക്ക്, തെളിഞ്ഞ നീർച്ചാലുകൾ ഒഴുകുന്നത് പോലെ ഒരു സുഖകരമായ യാത്രകൾ, സുഖകരമായ ജീവിതാനുഭവങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിത്തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൽ ഉറച്ച് ബലപ്പെട്ട് ദൈവിക വിടുതലുകളെ പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ മറന്നു പോകരുത്, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന, ഈ പ്രശ്നം, ഈ കലുഷിതമായ അനുഭവങ്ങൾ, ഈ കലക്കം, അത് നിങ്ങളെ തകർത്ത് കളയാനല്ല, അതിൽ നിന്ന് തന്നെ ഒരു വിടുതൽ നിങ്ങൾക്ക് ഉണ്ട് എന്നൊരു ഉറപ്പ് പ്രാപിച്ച് ആശ്വാസം കണ്ടെത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ദൈവിക സാന്നിധ്യവും കരുതലും നിങ്ങളെ മറയ്ക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും വിടുതലുകളും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിത്തരട്ടെ. ഈ വചനങ്ങളിൽ ബലപ്പെട്ട് മുൻപോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.